പോകുന്നത്. അതുകൊണ്ട് മൂപ്പര് എഴുതി വെച്ച കടലാസമായിട്ടായിരിക്കും എന്ത് ചെയ്യുക വരിക. കാരണം കടലാസായിട്ട് മൂപ്പര് വന്നിട്ടില്ല എങ്കിൽ മൂപ്പരെ ജോലി തെറിച്ചു പോകും. കാരണം ആ പള്ളിയിൽ ജോലി ചെയ്യണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ തൽക്കീൻ അറിയാത്തൊരു മുക്രയാണ് വരുന്നെങ്കിൽ മൂപ്പർ എന്ത് ചെയ്യും? നിർബന്ധമായിട്ട് തൽക്കീൻ ഏതെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പേപ്പറിൽ എഴുതി വെച്ചിട്ടാണെങ്കിലും അതിങ്ങനെ സൂക്ഷിക്കും. എന്തിനാ? വരുന്ന മയ്യത്തിനൊക്കെ മൂപ്പർക്ക് എന്ത് ചെയ്യണം? മൂപ്പരെ ജോലിയാണ് അതിങ്ങനെ ഓർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. മയ്യത്തിനെ പഠിപ്പിക്കുക, മയ്യത്തിനെ പറഞ്ഞു കൊടുക്കുക, ഒരു പുണ്യമില്ല, അതിലൊരു പ്രത്യേക നേട്ടവും ഇല്ല. പക്ഷെ ഇത്രയും കാലം തെളിവുകാരത് മറച്ചു വെച്ചു, ഇപ്പോൾ ഇതാ പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു. പോരാ, ഇതൊക്കെ പറയുമ്പോ ചിലപ്പോ നിങ്ങൾ പറയും അയാൾ മറ്റവനാട്ടോ. ഇതൊക്കെ പറയുമ്പോ അപ്രിയ സത്യങ്ങളാണ് തുടക്കത്തിൽ പറഞ്ഞത്, അതൊക്കെ എന്നെ മറ്റവനാക്കും. 9 കേട്ടോ നിങ്ങൾ. നമ്മൾക്ക് അധികമുള്ള സൂക്കേട് എന്താന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യൂല, ചെയ്യാൻ പറയാത്തതൊക്കെ എന്ത് ചെയ്യും? ചെയ്യും. ചെയ്യാൻ പറയാത്തതൊക്കെ ചെയ്യുകയും ചെയ്യും, അത് ദീനായിട്ട് കാണുകയും ചെയ്യും. അതിനെതിരിലായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ മൂപ്പര് ദീനിന്ന് ഔട്ടായി, എന്നിട്ട് പറയും മൂപ്പര് മറ്റവനാണ്. എന്താ പറയും? എന്താ പറയാ? മൂപ്പര് മറ്റേതാട്ടോ. ഇപ്പൊ എനിക്കിപ്പോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, നിങ്ങൾ മറ്റേതാന്ന് പറഞ്ഞാലും എന്നാലും പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് കുറെ അപ്രിയ സത്യങ്ങളുണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായും വിജയത്തിന്റെ പാളികത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എത്രത്തോളം മരിച്ചതിന് ശേഷം ബാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന സ്വതക്ക, ആ സ്വതക്കയെ പറ്റി പോലും പറഞ്ഞിട്ട് പറയുന്നു അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. സത്യത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി 3 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ ആണ്ട് ഇങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല, നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. നോക്കിക്കോ നിങ്ങൾ, ഹാദിൽ ഫത്താവ മരിച്ചു നോക്കിക്കോ, അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങൾ നോക്കിക്കോ. ഉദ്ധരണിയിൽ കാണാം, മരണപ്പെട്ട മയ്യത്ത് 3 ദിവസം റിപ്പോർട്ടിൽ 7 പ്രാവശ്യം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ ആ മയ്യത്ത് കടൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും ദിവസങ്ങൾ ഭക്ഷിപ്പിക്കൽ സ്വഭാവത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഈ തെളിവെടിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിനും കൂടെ പരിഹസിക്കുന്നു. ഇനി ഇതുപോലെയുള്ള ഒരുപാട് പുത്തനാശയത്തിന്റെ വാദഗതികൾ തെളിവ് ജമാഅത്തിനുണ്ട്. പക്ഷേ എന്താണ് തെളിവ് ജമാഅത്ത് എന്ന്? അവരെ ജുബ്ബയും താടിയും തൊപ്പിയും പർത്തായും മാത്രം കണ്ടുകൊണ്ട് 40 ദിവസമോ 16 ദിവസമോ പോകുന്ന സാധുക്കൾക്ക് അറിയില്ലല്ലോ. അവർ മനസ്സിലാക്കി നിഷ്കരിപ്പിക്കുന്ന പാർട്ടിയാണ് എന്ന്. പക്ഷേ തുറന്നു നേതാവ് തന്നെ പറഞ്ഞതെന്താ? നിഷ്കരിപ്പിക്കുന്ന പാർട്ടിയല്ല ഇത്. പിന്നെ എന്തിനാ നിഷ്കരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹമാരി അസൽ മക്സദിലേക്ക് കാഫിലേക്ക് ചവിട്ടി തീർത്ത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമുണ്ടെന്നിരിക്കെ ഈ ചുറ്റിക്കറങ്ങലും തെളിവിsto കലിമ നമാസ്കി കളിക്ക് നമസ്കരിപ്പിക്കലും കലിമ ചൊല്ലിക്കൊടുക്കലുമൊക്കെ ഹമാരെ പൂരോ നിസാബിക്ക് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള ABCD മാത്രമാകുന്നു. അഥവാ പുതിയ പാർട്ടി ഉണ്ടാക്കണം വരുവീരെന്ന് പറഞ്ഞാൽ ആരും വരില്ല. അതേസമയത്ത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ള നിസ്കാരം, ആ നിസ്കാരത്തിന് പേര് പറഞ്ഞുകൊണ്ട് ആളെ വിളിച്ചാൽ സ്വാഭാവികമായും ജനങ്ങളെ പിന്തുണ കിട്ടും. അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പുത്തൻ പാർട്ടിയെ നിർമ്മിച്ചു കളയാം. ഇത് ചിന്തിച്ചുകൊണ്ട് ഷാഫി അഹ്മദ് കാന്തര രൂപീകരിച്ച ഒരു പുത്തൻ പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചറിയാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ അകപ്പെട്ടു പോകുന്നവരുണ്ടെങ്കിലോ നിങ്ങൾക്ക് ചിന്തിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ സമയമായിട്ടുണ്ട് എന്ന് ആ വിധത്തിൽപ്പെട്ട ആളുകളോടും ഉമ്മമാരെ രക്ഷിതാക്കളെ മരിച്ചാൽ നിങ്ങളെ മയ്യത്തിനടുത്ത് ഖുർആനെഴുതുന്ന മക്കളുണ്ടാകണോ? സദഖ കൊടുക്കുന്ന മക്കൾ വേണോ? കബറിന്റെ കയറുന്ന മക്കൾ വേണോ? ഒറ്റ മാർഗമേ ഉള്ളൂ. SSFിൽ അണിനിരത്തുക, SOSൽ അണിനിരത്തുക, എല്ലാവരെയും സുന്നികളാക്കുക. ഇതെന്റെ അവകാശവാദമല്ല. സുന്നിയായ മകൻ ധരിച്ചു കഴിഞ്ഞാൽ SSFക്കാരനായി കഴിഞ്ഞാൽ പാപ്പയാണ് കബറിൽ കിടക്കണമെന്ന് ബോധം തരും. പാപ്പാട് കബർ സിയാറത്ത് ചെയ്യും, സന്ദർശിക്കും. ഇല്ലെങ്കിലോ മകൻ പാന്റും കോട്ടും സൂട്ടുമായി ഉമ്മയുടെ കബർ നൽകിലൂടെ പോയാലും പാപ്പയുടെ കബർ നൽകിലൂടെ പോയാലും ഇവൻ തിരിഞ്ഞു നോക്കില്ല. അപ്പൊ പിന്നെ സാലിമ പാടിയവരെ മുറിയാക്കാരി ബീജനബാത്തി കബരി കണ്ണാക്കാരി ദീനം യൗരിഫുനി എന്ന്
ഇന്ന് ഖബറിൽ കടന്ന് പാട്ടുപാടേണ്ടി വരും. ഇത് ഞാൻ പറയുന്നതല്ല, സാക്ഷാൽ മുജാഹിദ് മൗലവി ഈ ബൈത്ത് ചൊല്ലിയിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞു അവസാനം മക്കളൊന്നും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലെത്തി. മരിച്ച് മറവ് ചെയ്ത് കഴിഞ്ഞാൽ ഖബറിൻ പുറത്തേക്ക് പോലും മക്കൾ വരൂല. ആരാണ് മക്കളെ ഈ പരുവത്തിലേക്ക് എത്തിച്ചത്?